എടി ഞാൻ ഒരു കാര്യം പറട്ടെ, കുറച്ച് ദിവസമായിട്ട് ഒരു വിഷയത്തിന്റെ പുറകെ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാന്ന് നിനക്ക് അറിയാലോ. വല്ലവന്റെ പെണ്ണുകേസല്ലേ നിങ്ങൾ അതിന്റെ പുറകെ ഇങ്ങനെ പട്ടി ഓടണ പോലെ ഓടിയിട്ട് എന്താ കാര്യം? എടി വല്ലവന്റെ പെണ്ണുകേസ് എന്ന് പറഞ്ഞ് അങ്ങനെ താത്തിക്കെട്ടല്ലേ. ഇതുണ്ടല്ലോ, ഇതൊരു വർഗ സമരമാണ്. ഉള്ള കുറെ സ്ത്രീകളും ഒന്നുമില്ലാത്ത ഞങ്ങൾ പാവങ്ങളും പുരുഷന്മാരും തമ്മിലുള്ള വർഗ സമരം. അത് നിനക്കറിയാമോ? പക്ഷെ മാറിക്കോ. ഇക്കണക്കിന് പോയാലേ നിങ്ങളുടെ കയ്യിൽ ആകെ കുറച്ചുള്ള സാധനല്ലേ അതില്ലാണ്ടാവും കേട്ടാ. എന്തുവാടി നീ ഉദ്ദേശിച്ചത്? മാനം അങ്ങനെ പോവാനുള്ള മാനം അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കൂടി. എടി ഇത് ലിംഗനീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. എന്തൊക്കെ നീതി? ലിംഗനീതി എന്ത്? അത് ആദ്യം കുടുംബത്തിലേക്ക് കുറച്ച് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോവാ മനുഷ്യ. എടി അങ്ങനെ സമയവും കാലവും നോക്കിയിട്ട് ഇത് തുടങ്ങാനൊന്നും പറ്റുമൊന്നുമില്ല. ഇത് കല്യാണമൊന്നുമല്ല. ഇതുണ്ടല്ലോ അതെ പോരാട്ടമാണ്, പോരാട്ടം. ആയുധം വെച്ചിട്ട് പോരാടണോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നാ ഇത് പിടിക്കും പച്ചക്കറി നടക്കട്ടെ. അതെ, കണ്ടവന്മാരെ ഓരോ ലിംഗനീതി എന്നും പറഞ്ഞിട്ടാണ് ഈ ജയിലിൽ പോയി കിടക്കണത്. അപ്പൊ അവിടെ നിന്ന് മാപ്പ് എഴുതിക്കൊണ്ടിരിക്കുക. ഓർമ്മ വേണം. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ലാത്തിൻ ജയിലൊക്കെ ഞങ്ങൾ പോരാളികൾക്ക് പുല്ലാണടി, പുല്ല്. മനസ്സിലായ? അങ്ങനെ കണ്ട് പേടിക്കുന്ന ആൾക്കാരല്ല ഞങ്ങള്. ഒരു പോരാട്ടത്തിന് ഇറങ്ങിയ അതിന്റെ അവസാനം കാണാതെ പിന്മാറണ ചരിത്രമില്ല, ഇനി അത് ഉണ്ടാവുകയില്ല. മനസ്സിലായ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ട മനുഷ്യ? ഞങ്ങൾക്കും വേണോടി കമ്മീഷൻ. ബെസ്റ്റ് കമ്മീഷൻ വേണമെങ്കിൽ നിങ്ങൾ ആ മനുഷ്യന്റെ അടുത്ത് പോയി ചോദിക്കും. മറ്റേ സ്ഥല കച്ചവടം ചെയ്തില്ലേ, ഇത് എന്റെ അടുത്ത് വന്ന് ഗീർവാണ പ്രസംഗം അടിച്ചിട്ട് എന്താ കാര്യം? എടി നീ ഉദ്ദേശിക്കുന്ന കമ്മീഷൻ അല്ല, പുരുഷാവകാശ കമ്മീഷൻ. പുരുഷാവകാശ കമ്മീഷൻ എന്തുവാടി ഇഷ്ടപ്പെട്ടില്ലേ? എടി എന്നാ ഇനി ഞാനൊരു കാര്യം പറഞ്ഞ നീ ഉറപ്പായിട്ടും ഞെട്ടും. അതെ എന്റെ പൊന്നു റോയിച്ച, സത്യമായിട്ട് എനിക്കിപ്പോ ഞെട്ടാനുള്ളൊരു മൂഡിലല്ല ഞാൻ. നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണമെങ്കിൽ ഞാൻ ഞെട്ടിത്തരാം. എന്നാലേ നീ കേട്ടോ, രാജ്യസഭയിലെ അശോക് കുമാർ മിത്തൽ എന്ന് പറഞ്ഞ ഒരു MP ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പുരുഷാവകാശ കമ്മീഷന് വേണ്ടിയിട്ട്. കണ്ടാ? ഞെട്ടിയില്ലേ? ഞെട്ടി. ഇതാണ് അപ്പൊ ഇത്ര വലിയ ന്യൂസ്? ന്യൂസ് ഞാനും കേട്ടതാ. മനുഷ്യ, അത് ഗവൺമെന്റ് അവതരിപ്പിച്ച ബില്ലല്ല, പിന്നെ അത് പ്രൈവറ്റ് ബില്ലാ. അതിന് സാധാരണ ഈ പ്രൈവറ്റ് ബില്ല് അങ്ങനെ പാസ്സാവാറൊന്നും ഇല്ല. പാസ്സാവാതിരിക്കാം, അത്രേ ഉള്ളൂ. എടി ഇത് ഉറപ്പായിട്ടും പാസ്സാവും, ഒരു സംശയമില്ല. അത് പാസ്സാവാണ്ട് പോകുന്നില്ല. പാസ്സാവൂടില്ലേ? ഞങ്ങൾ പാസ്സാക്കിക്കും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവര് തന്നെ പാസ്സാക്കിയെന്ന്. ഇതിനെ കുറിച്ച് ഇതേക്കൂടി നോക്കിയേ, കുറച്ച് നിയമവശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വക്കീലിനെ വിളിച്ചിട്ടുണ്ട്. ഏത് നമ്മുടെ മറ്റേ കുടുംബ കോടതിയുടെ കല്യാണം നടക്കുന്ന ചെക്കനാ? നിനക്ക് വിവരമില്ലാത്ത ആളെ കേട്ടാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങള്? എടി അവൻ കുടുംബ കോടതി വക്കീലൊക്കെ, പക്ഷെ ചില കാര്യത്തിൽ അവൻ പുലിയാണ്, ഉപ്പുലിയാണ്. പുലിയല്ല, മരപ്പെട്ടിയാണ് അവൻ. എടി വെറുതെ അവനെങ്ങനെ ആക്ഷേപിക്കില്ല, അവനും കൂടി വരും. ഞങ്ങൾക്ക് കുറച്ച് സ്ട്രൈക്ക് പരിപാടികളുണ്ട്, സമരം കുറച്ച് ആസൂത്രണം ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. മനസ്സിലായ? അപ്പൊ ഒരു 2-3 കട്ടൻ ചായ വേണ്ടി വരും. നീ ഒന്ന് സഹകരിക്കണം പ്ലീസ് കേട്ടാ. ഈ ഈനാമ്പേച്ചിക്കേ മരപ്പട്ടി കൂട്ടുന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. കറക്റ്റ് അത് ഇവിടെ കാണുന്നത് നിങ്ങളുടെ കേസിൽ. നീ എങ്ങനെ ഒന്നും പറയണ്ടല്ലേ? രാവിലെ എന്നാലും റോയിച്ചനെ മരപ്പട്ടിന്ന് വിളിക്കണ്ടായിരുന്നു. സൗണ്ട് അങ്ങ് കേൾക്കായിരുന്നു. ഈനാമ്പേച്ചിക്ക് വിഷമായ പാലൊന്നും വാങ്ങിച്ചോണ്ടോന്നില്ലേ? എന്തിനു? പാൽച്ചായ ഉണ്ടാക്കാൻ ഇത് ലെമൺ ടീ ഒന്ന് ചോദിച്ചു തരണ്ട കേട്ടോ. ലെമൺ അതെ, ഒരു വിചാരമുണ്ട്. ഞാൻ ഇവിടെ ചായ കുടിക്കാനാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ പല പ്രമുഖ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്, അറിയോ? ആ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രാവിലെ രണ്ടുപേരും വഴക്കുണ്ടായ? ചെറുതായിട്ടൊന്നും തുടങ്ങി. അത് പറ. പുറത്തിറങ്ങിയ മാതൃകാ ദമ്പതികൾ, അകത്ത് പാലസ്തീനും ഇസ്രയേലും. ട്രംപ് വന്ന കാര്യമൊന്നും ഒഴിഞ്ഞാലും അപ്പൊ ഒന്നും പറഞ്ഞില്ല റോയിച്ച്? പറഞ്ഞു വെറുതെ സമയം കളയണ്ട, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. പറഞ്ഞ മനസ്സിലായ? എടാ അങ്ങനെയല്ല കാര്യം. ഞാൻ പറയണത് കേൾക്ക്. എടാ, നമ്മുടെ ഈ പോരാട്ടത്തിന് തീക്ഷ്ണത മനസ്സിലാക്കി ഇവളും കൂടെ നമ്മളും കൂടെ ജോയിൻ ചെയ്താലോ? നീ പറഞ്ഞു മനസ്സിലാക്കി കൂടെ നടന്നല്ലേ.